ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൻടെക്കിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ചെറിയൊരു മാജിക് ട്രിക്ക് ആയിട്ടാട്ടോ. നമ്മൾ ഇന്നത്തെ മാജിക്കിന് നമുക്ക് പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഈ കൈ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. നമ്മുടെ ഈ വിരലുകൾ വെച്ചിട്ടാണ് നമ്മൾ മാജിക് കാണിക്കാൻ പോകുന്നത്. ഏതൊരു ചെറിയ കുട്ടിക്കും ഏതൊരു വലിയ ആൾക്കും ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള ഒരു മാജിക്കാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ചെറിയൊരു സയൻസ് ഉണ്ട്. നമ്മൾ എന്താ സയൻസ് എന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. നമുക്ക് മാജിക്കിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കയ്യിലോട്ട് ശ്രദ്ധിച്ചോ. കണ്ടോ ഗൈസ്, എൻ്റെ കയ്യിൽ നിന്ന് പുകവണുണ്ടോ? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവില്ലേ? അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ വൈകിക്കുക വേണ്ട, നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു. അതേപോലെ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നിന്ന് ഇതുപോലത്തെ കിട്ടിലും വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ. എന്തായാലും നമുക്ക് നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം ഉറപ്പരുത് കേട്ടോ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മാജിക് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഈ ഒരു സാധനം മാത്രമായിട്ട് ആവശ്യം. ഇതെന്താണെന്ന് കണ്ടല്ലോ എല്ലാവരും, ഒരു തീപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. തീപ്പെട്ടിയുടെ ഈ ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യം കേട്ടോ, ഈ രണ്ട് ഭാഗം മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കത്രിക എടുത്തിട്ട്, ഇതാവശ്യമില്ല, നമുക്ക് ഇത് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് അതുപോലെ അടുത്തത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം മെയിനായിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കണ്ടോ, നമുക്ക് ഈ പേപ്പർ മാത്രമായിട്ട് ഇങ്ങനെ പിച്ചെടുക്കണം. ഇങ്ങനെ ആവശ്യമില്ലാത്ത അട്ടയുടെ ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ പേപ്പർ മാത്രം ഇങ്ങനെ പിച്ചെടുക്കാം. ഇത് കണ്ടോ, നമ്മൾ പേപ്പർ മാത്രം പിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് രണ്ടാമത്തേലും ഇപ്പോൾ തൽക്കാലം ചെയ്ത് വയ്ക്കാം. കണ്ടോ ഗൈസ്, പേപ്പർ മാത്രം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എടുക്കാൻ പോണത് ഇതുപോലൊരു പ്ലേറ്റാണ് കേട്ടോ. ഒരു സ്റ്റീൽ പ്ലേറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ പ്ലേറ്റിലോട്ട് ഇതിനെ ഇങ്ങനെ മടക്കിയിട്ട് വെക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഭാഗം, ഈ മരുന്നുള്ള ഭാഗം ഉള്ളിലോട്ട് വരണം. അതുപോലെയാണ് നമ്മളിത് മടക്കാൻ പോണത് കേട്ടോ. നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് റെഡ് ഫോസ്ഫറസും അതുപോലെ ഗ്ലാസ് പൗഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. പിന്നെ മെയിനായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് റെഡ് ഫോസ്ഫറസ് ആണ്. അതാണ് നമ്മുടെ ഈ സ്മോക്കിന് ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ മരുന്നാണ് റെഡ് ഫോസ്ഫറസ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ആദ്യം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു തീപ്പെട്ടി എടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് കൊളത്തി കൊടുക്കണം. അപ്പം അതിന് നമുക്ക് നല്ല കാറ്റുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് തീപ്പെട്ടി എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് നന്നായിട്ട് കൊളത്തി കൊടുക്കാം. ഇതുപോലെ നമുക്കിതിങ്ങനെ ഒന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് കത്തിക്കിട്ടണം ഗൈസ്, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് അതിനുള്ള നമ്മുടെ ഈ മാജിക് കാണിക്കാനുള്ള ആ സാധനം ഫോമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊളത്തി കൊടുക്കുക കേട്ടോ. നമ്മുടെ പേപ്പറൊക്കെ ഇപ്പോൾ അത്യാവശ്യം കത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ കണ്ടോ, ഇതൊരു യെല്ലോ കളറിൽ ഇങ്ങനെ ഒരു ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഈ സബ്സ്റ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാജിക്കിന് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ സബ്സ്റ്റൻസ് ആണ് നമ്മൾക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഈ സബ്സ്റ്റൻസ് ഇങ്ങനെ പുരട്ടുക. ഉണ്ടല്ലോ, ഇങ്ങനെ പുരട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയാണോ പോയിട്ട് നമ്മുടെ മാജിക് കാണിക്കാൻ പോകുന്നത് അവിടെ പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ, രണ്ട് കൈയും കൂടെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കണ്ടോ ഗ്യാസ് ഫോം ചെയ്യണത്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന മാജിക് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായല്ലോ. എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു സയൻസാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് ഫോസ്ഫറസ് ആണ് ഈ സംഭവം. അപ്പോൾ അതാണ് നമ്മുടെ കയ്യിൽ കിടന്ന് ഇങ്ങനെ പുകയണത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ മാക്സിമം ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും നല്ല കിടിലം വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ.